പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിൻ്റെ കയ്യിലുള്ളത്, ഇപ്പോൾ എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല,
പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. ജോഷുവ 3:15 ഇന്നത്തെ രാവിലെയുള്ള സന്ദേശത്തിൻ്റെ ആദ്യ വചനം. ജോഷുവ 3:15. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഉടമ്പടി ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം, അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ജീവിതമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം, ശരിക്കും പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്നത് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. അമ്മ എങ്ങനെയാണ് വാഗ്ദാന പേടകമായതെന്ന് നമുക്കറിയാം. വാഗ്ദാന പേടകത്തിന് ഒരു സിമ്പിൾ ഇക്വേഷനാണ് ഉള്ളത്. എന്താണ് അത്? ബൈബിളിൻ്റെ പൊതുവായ വെളിപാടിൻ്റെ ഒരു സമവാക്യമാണ്. അതെന്താണ്? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അതനുസരിച്ച് ജീവിക്കുക. അതാണ് അമ്മ പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പൊ അമ്മ ദൈവത്തിന്റെ വാക്ക് നിറവേറ്റുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകം ആകുന്നത്. അപ്പൊ ദൈവത്തിന്റെ പേടകമാകും, ദൈവത്തെ വഹിക്കുന്ന ആളാകും. ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ദൈവത്തിന് കൈയും കാലും കൊടുക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്ത്? ജോർദാൻ നദി ഇറങ്ങിയപ്പോൾ ജലം വറ്റി മാറി. നമ്മുടെ മുമ്പിൽ പതിവ് പോലെ ഉള്ള പതിവ് ദുഃഖങ്ങളുണ്ട്, പരമ്പരാഗത ദുഃഖങ്ങളും പതിവ് ദുഃഖങ്ങളും. ഓരോരോ മനുഷ്യൻ ഓരോരോ കാലാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന പതിവ് ദുഃഖങ്ങളും. ഇപ്പം മരണമായാലും, കടമായാലും, ജപ്തിയായാലും, ജോലിയില്ലാതെ അലയുന്ന അവസ്ഥയായാലും, വിവാഹം താമസിക്കുന്ന അവസ്ഥയായാലും, ഇതെല്ലാം പരമ്പരാഗതമായ ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പതിവ് ദുഃഖങ്ങളുണ്ട്. ഇത് അതിജീവിക്കാൻ കഴിയുന്നതാണ്. അതിന് ബൈബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വാഗ്ദാന പേടകമാണ്. എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആരാകും? ദൈവത്തിൻ്റെ സംവാഹകരായിട്ട് മാറും. അപ്പം നമ്മളായിരിക്കത്തില്ല നദി കടക്കണത്, ദൈവമായിരിക്കും. അതുകൊണ്ടാണ് ഐശയ്യാ 43:2 പറയണില്ലേ, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ. സമുദ്രത്തിലൂടെ കടന്ന് വാഗ്ദാന പേടകമായ ദൈവത്തെ വചനം പാലിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെയാണ്, കടവര ദുഃഖങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നതെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടെയുണ്ട്. നദികൾ കടക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയണത്. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അപ്പം മറ്റ് കടങ്ങളായാലും മറ്റ് ഭവിഷ്യത്തും പരാരാബ്ധങ്ങളായാലും നമ്മൾ മുക്കിക്കളയാതിരിക്കാനുള്ള ഒരു ദൈവിക നടപടിക്രമമാണ് ഉടമ്പടി. അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഉടമ്പടിയിലാകാൻ നോക്കുക. ഉടമ്പടിയിലാണെങ്കിൽ ആ ചൈതന്യത്തെ വർദ്ധിക്കാൻ നോക്കുക. സ്തുതിയായിരിക്കട്ടെ. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി.
ഉടമ്പടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് വിശദീകരിച്ചോട്ടെ. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പള്ളിയിലെ അച്ഛനും എൻ്റെ ഈ ഭർത്താവും വളരെ കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഒരു രൂപം അമ്മയുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആ രൂപം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കുറേ വർഷങ്ങളായി എന്ന് വെച്ച് ഞങ്ങളതിന് മെഴുകുതിരി കത്തിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ഈ 2022 ഒരു ദിവസം യാദൃച്ഛികമായി ഞാൻ യൂട്യൂബിൽ ഒരു പ്രാർത്ഥന കണ്ടു, നന്മ നിറഞ്ഞ മറിയമേ എന്നത്. അത് എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു അക്രൈസ്തവയാണ്. അന്നേരം എനിക്ക് തോന്നി എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിലിരുന്ന് ആ പ്രാർത്ഥന ചൊല്ലണമെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവിന് ആ ഇടയ്ക്ക് ആൽബുമിൻ്റെ അളവ് കുറഞ്ഞ് ദേഹമാസകലം നീര് വന്നു. നീരെന്ന് പറഞ്ഞാൽ ഈ അടിഭാഗത്തെല്ലാം നീരായി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറി. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് മെഡിസിൻ ഒന്നുമില്ല, ഫുഡിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡെല്ലാം കൊടുത്തെങ്കിലും ചേട്ടൻ്റെ അസുഖത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. എല്ലാ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥന കണ്ടത്. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നോ തലയിൽ തുണിയിടണമെന്നോ എനിക്കറിയില്ല. ഞങ്ങളുടെ നാമം ചെല്ലുന്നത് പോലെ ചന്ദനക്കാലിൽ കൂട്ടിയിരുന്ന് എല്ലാ ദിവസവും ഈ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പം ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ആണോ എന്നൊരിതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലെത്തി ഞങ്ങൾ എല്ലാ ഡോക്ടേഴ്സും വന്ന് ഒരു 10-15ഓളം ഡോക്ടേഴ്സ് വന്നു. അവരെല്ലാവരും പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് സർക്കുലേഷൻ്റെ വാർഫിൻ എന്ന ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. അത് നിർത്തിയിട്ടാൽ മാത്രമേ, അത് 3 ദിവസമെങ്കിലും വരെ നിർത്തണം, എന്നാൽ മാത്രമേ ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ ടെസ്റ്റിലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യണമെങ്കിലും അതിന് ഇത്രത്തോളം റിസ്ക് എടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഞങ്ങളുടെ മെയിൻ ഡോക്ടർ ജോർജ് കോശി സാറായിരുന്നു. സാറിൻ്റെ റെക്കമെൻഡേഷൻ വാങ്ങി വരാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും ഡോക്ടറിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ സാറ് പറഞ്ഞു ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല, ഇത് ജീവന് തന്നെ ഭീഷണിയാണ്, കഴിയുന്നതും ടാബ്ലറ്റ് നിർത്താതെ നോക്കുകയാണ് വേണ്ടത്. പക്ഷേ ടാബ്ലറ്റ് നിർത്താതെ വന്നാൽ എൻഡോസ്കോപ്പി ചെയ്താൽ ഒന്നും തെളിയുകയില്ല. ഞങ്ങൾ വീണ്ടും അവിടെ എത്തി എൻഡോസ്കോപ്പിക്ക് ഡേറ്റ് എടുത്തു. അവിടെ നിന്നും ഞങ്ങൾക്കൊരു റെസിപ്റ്റ് തന്നു. അങ്ങനെ ചേട്ടൻ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ 3 പേര് എൻഡോസ്കോപ്പി എടുക്കാൻ പോയി. അവിടെ ചെന്ന് എൻഡോസ്കോപ്പിയുടെ റെസിപ്റ്റ് ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ആ റെസിപ്റ്റ് ഇല്ല. ഞങ്ങൾ 3 പേരും ഞാൻ കൊണ്ടുപോയ ആ ഫയൽ നിരന്തരം കുടഞ്ഞിട്ട് ഞങ്ങളത് നോക്കുമ്പോഴും ആ റെസിപ്റ്റ് കാണുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ അവിടെ നിന്ന സിസ്റ്റർ പറഞ്ഞു ഇനി മറ്റൊരു ഡേറ്റ് എടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ താഴെ വന്നിരുന്ന് ഞാൻ കരഞ്ഞ്. എപ്പോഴും ഞാൻ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അമ്മയുടെ ഞാൻ ചെല്ലുമായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ താഴെ റിസപ്ഷനിൽ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി മറ്റൊരു ഡേറ്റ് എടുക്കണമെന്ന്. ഇനി മറ്റൊരു ഡേറ്റ് എടുത്താൽ എൻ്റെ കൂടെ ചേട്ടൻ വരില്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴെൻ്റെ അടുത്തേക്ക് ഒരമ്മയും കുഞ്ഞും വന്നിട്ട് എന്നോട് ചോദിച്ചു മകൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഈ വിഷമം പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫയലിലിട്ട് പിടിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് എന്താ ഈ കുഞ്ഞിങ്ങനെ ഫയലിൽ പിടിക്കുന്നത്, എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പരിഹാസമായ കുഞ്ഞ് ചിരിക്കും പോലെ എനിക്ക് തോന്നുക. എന്നിട്ട് ഞാനിരുന്ന് അമ്മയോട് പറയുക അമ്മേ എനിക്കിനി മറ്റൊരു ദിവസം എനിക്കിവിടെ വരാൻ പറ്റില്ല, എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ വരികയില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞ് കരഞ്ഞിട്ടാണ് എൻഡോസ്കോപ്പി എടുക്കാൻ എൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ ആ അമ്മ എന്നോട് പറഞ്ഞ് മോൾ ഒന്നുകൂടി ഫയലിൽ നോക്കാൻ. അങ്ങനെ ഞാൻ അങ്ങ് പോകുമ്പോൾ വീണ്ടും അവിടെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാ പറഞ്ഞതല്ലേ ഒന്ന് നോക്കാമെന്ന്. ഫയലിൽ നോക്കി 2ാമത്തെ പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ ഞാൻ കണ്ടത് ആ റെസിപ്റ്റാ. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കണോ എന്ത് ചെയ്യണോ എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. ഞാൻ ഓടി എൻഡോസ്കോപ്പി എടുക്കുന്നിടത്ത് കൊണ്ടുചെന്ന് എൻഡോസ്കോപ്പി എടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇനി മുന്നോട്ട് ഉണ്ട് എന്നുള്ള ഒരു ഇതിലല്ല അവരെന്നോട് സംസാരിച്ചത്. കാരണം അത്രത്തോളം റിസ്ക് എടുത്താണ് ആ എൻഡോസ്കോപ്പി നടത്തുന്നത്.
അപ്പോൾ അവിടുന്ന് ഒരു ഇത് കൊണ്ടു തന്ന് ഞാൻ അതിനകത്ത് എല്ലാം ഫില്ല് ചെയ്യുകയാണ്. ആ ഫില്ല് ചെയ്യുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റ് വീണ് ആ എഴുതിയ അക്ഷരങ്ങളെല്ലാം മാഞ്ഞു പോകുമ്പം ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ, അതിനകത്ത് ചെല്ലുമ്പം ബ്ലീഡിങ്, അറ്റാക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യാനും പറഞ്ഞേക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ടാബ്ലറ്റിൻ്റെ ഉപയോഗം വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനത് എഴുതി തീരുന്നതിന് മുന്നേ തന്നെ എൻ്റെ തോളിൽ തട്ടുകയാണ്. ഞാൻ നോക്കുമ്പം ചേട്ടൻ എൻ്റെ അടുത്ത് നിൽക്കുക. ഞാൻ ചോദിച്ചു, എൻഡോസ്കോപ്പി എടുക്കാൻ സമ്മതിച്ചില്ലേ? എൻഡോസ്കോപ്പി കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലെന്ന്. ഡോക്ടർമാർക്ക് എല്ലാവരും അത്ഭുതമായിരുന്നു. ഇതെന്ത് മിറാക്കിൾ എന്നാണ് അവർ ചോദിച്ചത്. 2023 ആഗസ്റ്റ് 15 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന്, അന്നിവിടെ ഞാൻ വരുമ്പോൾ എനിക്ക് ഉടമ്പടി എന്തെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വരുമ്പോൾ ഒരു മണര് വിതറിയിട്ടാൽ പോലും നിൽക്കാൻ പറ്റാത്ത അത്ര ആളായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കരഞ്ഞ്, ഇന്ന് ഈ സന്തോഷത്തോടെയൊന്നും അല്ല ഞാനിവിടെ വന്നത്, കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, ആ ഉടമ്പടി ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഈ അസുഖകാര്യം തന്നെയായിരുന്നു. ആൽബുമിൻ്റെ അളവ് കൂടണം, ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞ് വരണം, നീര് മാറണം, ഇങ്ങനെയൊക്കെയുള്ള ഉടമ്പടിയായിരുന്നു ഒന്നാമത്തെ ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തു പോയി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അടിഭാഗത്തുള്ള നീരിനെല്ലാം വ്യത്യാസം വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ 3 പ്രാവശ്യം ഞാനിവിടെ ചേട്ടനുമായിട്ട് വന്ന് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു. അങ്ങനെ പോയി വരാൻ അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നീരിന് മറ്റുള്ള ദേഹത്തുള്ള നീരുകളെല്ലാം കുറഞ്ഞ് ഇങ്ങനെ സുഖപ്പെട്ട് വരുമ്പോൾ വീട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും ചേട്ടന് അസുഖം കൂടി. ഞങ്ങൾ തിരുവനന്തപുരം കോസ്മോയിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 7 ദിവസം ICUയിൽ അഡ്മിറ്റാക്ക്, നീര് പോകാനുള്ള 70,000 രൂപയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് അഡ്മിറ്റ് ആവാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി. പിറ്റേന്ന് ഞങ്ങളവിടെ വരുമ്പം ചേട്ടൻ്റെ ബ്രദറും ഉണ്ട്. അപ്പോൾ ബ്രദറിനോട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സന്തോഷിന് ചെയ്തു കഴിഞ്ഞു. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണ്. ഹാർട്ടിൻ്റെ പമ്പിങ് തീരെ കുറഞ്ഞ്, ഓക്സിജൻ്റെ നിലവാരവും ഒരുപാട് കുറഞ്ഞു. അറിയിക്കാനുള്ളവരെ എല്ലാം നിങ്ങൾ അറിയിച്ചോളൂ. കാരണം അദ്ദേഹത്തെ അറിയിക്കേണ്ട, നിങ്ങൾ സന്തോഷത്തോടെ തന്നെ ICUയിൽ പോകട്ടെ, നമ്മുടെ നീരിന് ഇഞ്ചക്ഷൻ എടുക്കാം, എത്ര സമയമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഇതുപോലെയൊന്നുമല്ല ഞാനിന്ന് സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ മാതാവിനെ വിളിച്ചു. അങ്ങനെ ICUയിൽ കിടത്തി. ദിവസവും ഞാൻ ഉപ്പും തേനും തൈലവും കൊണ്ടുപോയി, തൈലം നെറ്റിയിൽ വരച്ച് കുരിശ് വരയ്ക്കും, തേൻ കൊടുക്കും, ഉപ്പ് കൊടുക്കും. ദിവസവും ഞാൻ സന്ധ്യയ്ക്കും വെളുപ്പിനും സന്ധ്യയ്ക്കും നമ്മുടെ ഈ പ്രാർത്ഥന ദിവസവും ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ 3ൻ്റെ അന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണ്, നിങ്ങൾ അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോ, വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് എൻ്റെ കൂടെ അതുവരെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നോക്കിയപ്പം കുഴപ്പമില്ല, അച്ഛനും അങ്ങ് വീട്ടിലോട്ട് പോയി, മറ്റാരുമില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. 20,000 രൂപ ഒരു ദിവസത്തെ വാടക വെന്റിലേറ്ററിന് സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഉറക്കെ നിലവിളിക്ക്. കാരണം ഒരു മരണ വീട്ടിൽ എന്താണോ അതേ അവസ്ഥയായിരുന്നു എൻ്റെത്. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ചേട്ടനാ. അങ്ങനെ ഞാൻ ഉറക്കെ നിലവിളിച്ച്, അമ്മേ, ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്തവളല്ലേ, എന്നിട്ട് എന്താ എനിക്ക് എന്നും ഇങ്ങനെ ഒരു ദുഃഖം തരുന്നത്? അമ്മ മാതാവ് എൻ്റെ അടുത്ത് വാ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ നിലവിളിച്ച്. അവിടെ ലിഫ്റ്റിൽ പോകുന്നവരെല്ലാം എൻ്റെ ഈ നിലവിളി കേട്ട് എല്ലാവരും ഓടിക്കൂടുവാണ് അവിടെ. എനിക്കറിയില്ല ഇത്രത്തോളം ആളുകൾ അവിടെ തന്നെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. അവരെന്നോട് പറഞ്ഞത്, നീ യേശുക്രിസ്തുവിനെ വിളിക്കുമോ, ക്രിസ്തുവിനെ വിളിക്കെന്നാ പറഞ്ഞത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചാര നിറത്തിലുള്ള ഒരു ചുരിദാറാണോ എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ചാര നിറമാണെന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ കയ്യിൽ വന്ന് ഒരമ്മ വന്ന് എന്നെ പിടിക്കുകയാണ്. അമ്മയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്നെങ്കിലും വളരെ ചെറുപ്പക്കാരിയായ ഒരു അമ്മയായിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നത്. അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എണ്ണ വാർന്നൊഴുകും പോലെ എനിക്ക് തോന്നുകയാണ്. എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ തണുപ്പ് കാരണം എൻ്റെ ദേഹമാസകലം എനിക്കങ്ങ് എന്തോ പോലെ അങ്ങ് തോന്നുക. അങ്ങനെ ആ അമ്മ എൻ്റെ തലയിലൂടെ തഴുകുമ്പോൾ അമ്മ പറഞ്ഞു, മകൾ കരയരുത്, കരഞ്ഞാൽ അതിനൊരു പ്രതിവിധിയില്ല. എത്രത്തോളം നീ ക്രിസ്തുവിനെ വിളിക്കാമോ അത്രത്തോളം യേശുവിനെ വിളിക്കാൻ പറഞ്ഞു. മുട്ടുമേലെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നല്ലേ പറയുന്നത്, മകൾ കരയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ കൃപാസന മാതാവാണോ? ആണെങ്കിൽ ആ വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരുമോ
എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞ്, മകളെ നിൻ്റെ ഭർത്താവ് നീ ഏത് അമ്മയിലാണോ ആശ്രയിക്കുന്നത് അവിടെ നടന്ന് തന്നെ ചെല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ടും അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴെന്നോട് ഓരോരുത്തർ ചോദിക്കുന്നു, കൃപാസനോ അതെവിടാ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് അറിയുന്ന കുറച്ച് പേർ, 1-2 പേർക്കുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, ആലപ്പുഴയിൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്താൽ നമുക്കൊന്നും പേടിക്കേണ്ടെന്ന്. അവരും എന്നോട് പറഞ്ഞു, മക്കളെ നീ ഉറക്കെ പ്രാർത്ഥിക്ക്. പക്ഷെ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ തൊട്ട് തടവി ചിരിച്ചുകൊണ്ട് അമ്മ സ്റ്റെയർ കയറി മുകളിലോട്ട് പോയി. ആ മുകളിലോട്ട് പോയി ഞാനിങ്ങനെ മേലോട്ട് നോക്കി, ഞാൻ തിരിഞ്ഞതും ICUയുടെ വാതിൽ തുറക്കുന്ന ഡോറ് തുറന്ന് എന്നോട് പറഞ്ഞ്, സന്തോഷ് കുമാറിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നില്ല, മിനി വെന്റിലേറ്ററിലേക്കാണ് മാറ്റുന്നതെന്ന്. എനിക്ക് എന്നിട്ടും ഞാൻ ഡോറ് തുറന്നിട്ട് ഞാൻ ചെന്നില്ല. മറ്റെന്തെങ്കിലും ആയിരിക്കും അവിടെ നിന്ന് എന്നെ അറിയിക്കുന്നതെന്ന് പേടിച്ച് ഞാൻ പോയില്ല. അങ്ങനെ എന്നിട്ടും ഡോക്ടർ പറഞ്ഞ് മിനി വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് വൈഫിനെ അടുത്ത് തന്നെ ഇരുത്തിക്കോ, അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളാൻ പറഞ്ഞ്. അപ്പോൾ അറിയിച്ച് വീട്ടിൽ നിന്നും ആളുകളെല്ലാവരും വന്നു. അവരെ എല്ലാം കയറി കാണിച്ചു ICUയിൽ. എന്നെ അന്ന് വൈകിട്ട് വരെ അടുത്തിരുത്തി. അപ്പോഴൊന്നും അനക്കമില്ല. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഓടിപ്പോയി ഉപ്പും തേനും എടുത്തുകൊണ്ട് പോയി. എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മൂക്കിലെല്ലാം മറ്റേ ട്യൂബൊക്കെ വെച്ച്, അത് കാരണം എനിക്ക് വായിലൊന്നും വെച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച്, അപ്പായേ അമ്മായി എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ഭർത്താവായി, എനിക്ക് തിരിച്ചു തരണേ എന്ന് ഞാൻ ഉറക്കെ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടുന്ന് സിസ്റ്റർമാരെല്ലാം നോക്കിയിട്ട് അവരാരും ഒന്നും പറഞ്ഞില്ല, അവരെതിരും പറഞ്ഞില്ല. അങ്ങനെ അവിടെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ചേട്ടന് ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇതെന്തൊരു മിറാക്കിളാ സംഭവിച്ചേക്കുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അതിനു മുമ്പേ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന കാര്യം ഞാൻ മെയിൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ജോർജ് കോശി സാറിനോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, പ്രാർത്ഥനയൊക്കെ കൊള്ളാം, പക്ഷേ മെഡിസിൻ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞു. അതുകൊണ്ടും ഡോക്ടർക്ക് അറിയാമായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മയുടെ ഉടമ്പടിയുടെ ശക്തി തന്നെ ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങൾ തന്നെയായിരുന്നു. അപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇതായിരുന്നു. അപ്പോഴും ഞാൻ ഡോക്ടറിൻ്റെ കാല് വീണ് കരഞ്ഞ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം, ഓക്സിജൻ്റെ ഉപയോഗത്താൽ മാത്രമേ ജീവിതകാലം മൊത്തവും ഇനി കിടക്കൂ എന്ന് പറഞ്ഞ്, അത് മതിയെന്ന് പറഞ്ഞ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴും ഡോക്ടർ പറഞ്ഞ, മകളെ ഞാൻ ഇനി എന്തോ ചെയ്യണം, നിന്നോടിനി എനിക്കൊന്നും പറയാനില്ല, ഇത്രയും ഞങ്ങളുടെ മെഡിസിനകത്ത് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. കാരണം ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി എത്ര ദിവസം ഉണ്ടെന്നൊന്നും എന്നോട് ഉറപ്പ് പറയാനും പറ്റത്തില്ല. അത്രയും ദിവസം ഓക്സിജൻ ഇട്ട് തന്നെ കിടക്കണമെന്ന് പറഞ്ഞു. പിന്നീട് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ റൂമിലേക്ക് മാറ്റി. റൂമിൽ വരുമ്പോഴും ഓരോ ദിവസവും ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്നതിനകത്തെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഡോക്ടർ തന്നെ ഒരു അത്ഭുതം കൊണ്ട് അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞ് ഹാർട്ടിൻ്റെ പമ്പിങ് ലെവലായി, ബാക്കിയെല്ലാം ലെവലായി, ഇനി ഓക്സിജൻ്റെ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പുനലൂരിലേക്ക് പൊയ്ക്കോ, അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബെഡ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുനലൂർ വന്നു. അങ്ങനെ അവിടെ തന്നെ ഫിസിയോതെറാപ്പിയെ കൊണ്ടുവന്ന് നടത്തിപ്പിച്ചപ്പം നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെയും വന്ന് ഞങ്ങൾക്ക് ഒരുപാട് ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇതെല്ലാം പറയുമ്പോൾ ഒരുപാട് സാക്ഷ്യം നീണ്ടുപോകും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ കുറച്ച് ദിവസം ഇവിടെ കിടക്കാൻ പറ്റുമോ, വീട്ടിൽ പോകാമെങ്കിൽ ഓക്സിജൻ്റെ യൂണിറ്റ് മിഷൻ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരു മിഷൻ ഇതുവരെയും ആ ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടായിട്ടില്ലെന്ന്. പിറ്റേന്ന് രാവിലെ എൻ്റെ കൂടെ അവിടുത്തെ മെമ്പർ സാറ് വിളിച്ച് പറയുകയാണ്, രമ്യയെ അവിടെ ഒരു മിഷൻ വന്നിട്ടുണ്ട്, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ അറിയില്ല, ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് ചേട്ടൻ തന്നെ പോയി വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ എല്ലാം കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു. ഇതുപോലെ നിൽക്കുക. അന്നേരം അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല, എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ്. ഞങ്ങൾ വീട്ടിൽ വന്നു. മിഷ്യനും തുടർന്നുകൊണ്ടേയിരുന്നു. എന്നും ഞങ്ങൾ ഈ എണ്ണയും തൈലവും ഉപ്പും എല്ലാ ദിവസവും കൊടുക്കും. ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും വചനങ്ങൾ എടുക്കും, വചനങ്ങൾ ചൊല്ലും. അങ്ങനെ ചൊല്ലി ഇന്ന് എൻ്റെ ഭർത്താവിന് ആൽബുമിൻ കൂടി, ബ്ലഡ് സർക്കുലേഷൻ്റെ അളവ് നേരെയായി, പിന്നെ എല്ലാ അസുഖങ്ങളും ഹാർട്ടിൻ്റെ പമ്പിങ് നേരെയായി. അപ്പോൾ രണ്ടാമത്തെ തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പോകുമ്പോഴൊക്കെ ആംബുലൻസിലായിരുന്നു പോകുന്നത് ഇവിടുന്ന്. രണ്ടാമത്തെ തവണ ഞങ്ങൾ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഡോക്ടർ എഴുന്നേറ്റെന്ന് ചോദിച്ചത് സന്തോഷമാണോ എന്ന് ചോദിച്ച്. ഡോക്ടർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാത്തിനും ഇന്ന് രോഗസൗഖ്യം നടത്തി. ഇന്ന്
എൻ്റെ ഭർത്താവ് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിൻ്റേതായ എല്ലാ ആവശ്യങ്ങളും ചെയ്യും. ഒരു 1.5-2 കിലോമീറ്ററോളം അദ്ദേഹം നടക്കും. ഇത്രയും എനിക്ക് തന്ന ദൈവമാതാവിനും അപ്പായ്ക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന ആളൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ, ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പാണ്. പിന്നെ ഇപ്പോഴും എൻ്റെ കൂടെ കടമായി ചോദിക്കുന്നവർക്കായാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ സ്നേഹതീരം എന്നൊരു വൃദ്ധസദനം ഉണ്ടായിരുന്നു. 200ഓളം അമ്മമാർക്ക് ഒരു ദിവസം ഞങ്ങൾ എൻ്റെ കുഞ്ഞമ്മയും ഞാനും മാമനും ചേർന്ന് അന്നദാനം നടത്തി. ആ അന്നദാനത്തിൽ നിന്ന് ഞങ്ങൾ കൊടുത്തതിൻ്റെ 100 ഇരട്ടി ഞങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. കാരണം ഹോസ്പിറ്റൽ ചിലവിലേക്കുള്ള പൈസകൾ ഞങ്ങൾക്ക് എങ്ങനെ വന്നെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ സഹായത്തിനായിട്ട് എന്തെല്ലാം ഞങ്ങളെ അപവാദം എന്ത് പറഞ്ഞാലും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങളെ സഹായിക്കുന്ന ഇന്നും ചേട്ടൻ്റെ ബന്ധുക്കളുണ്ട്. അവരെല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. അതുപോലെ ഗൾഫിൽ നിൽക്കുന്ന ഒരണ്ണനോട് എടുത്തു പറയേണ്ടതുണ്ട്, പേര് പറയുന്നില്ല. ആ അണ്ണനും അണ്ണൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. മാതാവിൻ്റെ കൃപയാൽ എല്ലാവർക്കും കൃപ അരുളണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 38:9. മകന് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് നീ പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. രമ്യദാസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ജീവിക്കുന്ന സാക്ഷികളായി സന്തോഷത്തോടുകൂടി ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. മകളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ കണ്ണു നിറയുകയും ഹൃദയം തുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മരണത്തിൻ്റെ കിടക്കയിൽ നിന്നും ജീവനിലേക്ക് അമ്മ മാതാവിൻ്റെ കൈപിടിച്ച് ഈ ജീവിത പങ്കാളിയെ നേടിയ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നത്. മകളുടെ വാക്കുകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും ആദ്യം അറിയില്ലായിരുന്നു, എങ്കിലും അമ്മ മാതാവിനോട് ഒട്ടും സംശയമില്ലാതെ ആ പങ്കാളി ഓരോ ദിവസവും രോഗത്തിൻ്റെ കാഠിന്യാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്ന എല്ലാ നിമിഷങ്ങളിലും ശക്തമായിട്ട് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാത്രമാണ് ആശ്രയം, മറ്റൊരിടത്തും ഈ പങ്കാളിക്ക് വേണ്ടി, പങ്കാളിയുടെ ജീവൻ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഇടമില്ല എന്ന് അറിഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മുടെ കണ്ണീര് കുപ്പിയിൽ ശേഖരിക്കുന്ന അലച്ചിലുകൾ അറിയുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ഓരോ അപേക്ഷയും സ്വീകരിക്കപ്പെടുകയും നമുക്ക് ഏറ്റവും ഗുണകരമായത്, ആശ്വാസകരമായത് നമുക്ക് വേണ്ടി അവിടുന്ന് നേടിത്തരികയും ചെയ്യുമെന്ന കർത്താവിൻ്റെ തിരുവചനത്തിലുള്ള ഉറപ്പും അതിൻ്റെ ഫലവുമാണ് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കൈമാറുന്നത്. ഉടമ്പടിയിൽ ആശ്രയിക്കുക, അത് നിന്നെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുവാൻ, പ്രാർത്ഥനയിൽ അനുഗ്രഹം നേടുവാൻ നമ്മെ ഓരോ നിമിഷവും സഹായിക്കുമെന്ന് ഈ മകൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തിന്, ഈ സഹോദരന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്ത് നല്ല കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും ദൈവത്തിന് നന്ദി. പരിപാവനമായി ഈ അൾത്താരയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ നിർത്തിയ ദേവകുമാരനും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ കൊല്ലം ജില്ലയിൽ കുരീപ്പിഴ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി 21 ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു പരീക്ഷയുടെ വിജയത്തിനാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് കയറി. അതിനുശേഷം കുറേ വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഡിസ്റ്റൻ്റായിട്ട് PG ചെയ്യാൻ തുടങ്ങി. അതിൽ 3 സെമ്മ് പരീക്ഷയും ഞാൻ ക്ലിയർ ചെയ്തു. 4ാമത്തെ സെമ്മിൽ ഒരു എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, ഒരു സബ്ജക്റ്റ് ഫെയിലായി. 2024 ജൂണിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷേ റീവാലുവേഷന് കൊടുത്തിട്ടും അത് ഫെയിലായി. വീണ്ടും 2024 ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി. എന്നാൽ 2025 ഫെബ്രുവരി 17 എനിക്ക് റിസൾട്ട് വന്നു. വീണ്ടും ഞാൻ ഫെയിലായി. അതിനുശേഷം 2025 ഫെബ്രുവരി 18 റീവാലുവേഷന് കൊടുത്തു. 21 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അറിഞ്ഞതാണ് മാതാവിൻ്റെ അടുത്ത് നമ്മൾ സമർപ്പിക്കുന്ന നിയോഗം മറ്റെവിടെയും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന്. ഞാൻ എൻ്റെ ഒന്നാമത്തെ നിയോഗമായിട്ട് എൻ്റെ എക്സാമിൻ്റെ വിജയിപ്പിക്കാൻ എഴുതി. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി ഞാനിത് എവിടെയും പ്രാർത്ഥിക്കത്തില്ല, മാതാവ് എന്നെ ജയിപ്പിക്കണമെന്ന്. പിന്നീട് ഞാൻ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ മുൻപോട്ട് പോയി. ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കൃത്യമായി ചെയ്തു. ഉടമ്പടി നമ്മുടെ പത്രം, ആ പത്രം എല്ലാ മാസവും, കൃപാസനം പത്രം ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങുമെങ്കിലും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസത്തെ പത്രവും ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും വാങ്ങിയെങ്കിലും അത് ഞാൻ കൊടുത്തില്ല. വീട്ടിൽ കൊച്ചിനെ കൊണ്ട് കൊടുപ്പിച്ചു. പക്ഷേ മെയ് 29-ാം തീയതി ഞാൻ വീണ്ടും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. പക്ഷേ ആ പുതുക്കുന്നത് വരെയും എൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിലോ ഞാൻ എന്നും കയറി നോക്കുമായിരുന്നു, റിസൾട്ട് വന്നിട്ടില്ല, നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുവരെ എൻ്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. റിസൾട്ടിൻ്റെ കാര്യത്തിലും നോട്ട് ഫൗണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ 29-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം പുതുക്കുന്നതിൻ്റെ ധ്യാനം കൂടി. അപ്പോൾ അതിനകത്ത് അച്ഛൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നിയോഗം നടന്നിട്ടില്ലെങ്കിൽ ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ദൈവം തന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ടും ദൈവത്തിന് മുമ്പ് എനിക്കൊരു വിലയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങോട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലാസ് കേട്ടത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്ക് ഉടമ്പടിയിൽ ഞാൻ ചെയ്യാനുള്ളത് പത്രം കൊടുക്കുക എന്നുള്ളതാണ്, ബാക്കിയെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂൺ 2-ാം തീയതി 29-ാം തീയതി ഉടമ്പടി പുതുക്കി. ജൂൺ 2-ാം തീയതി അച്ഛൻ പറഞ്ഞ പോലെ താലൂക്ക് ആശുപത്രിയിൽ പത്രം ഞാൻ ഉടമ്പടി തൈലവും തേച്ച് പൂശി ഞാനും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ട് എല്ലാവരുടെ അടുത്തും മാതാവിനെ പറ്റി പറഞ്ഞ് ഞാൻ കൊടുത്ത് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പം വീട്ടിൽ ഒരു കൊറിയർ വന്നിരിക്കുന്നു. അപ്പോൾ ആ കൊറിയറിനകത്ത് എൻ്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ആയിരുന്നു. അപ്പോൾ കൃത്യമായി ഞാൻ പത്രം കൊടുത്ത ആ ദിവസം, എൻ്റെ ഉടമ്പടി പൂർണ്ണമായും ഞാൻ ചെയ്ത ദിവസം, എനിക്ക് നെറ്റിൽ പോലും വരാതെ ഞാൻ വിചാരിക്കാത്ത പോലെ ഒരു കാര്യത്തിൽ കൊറിയറായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റാണ് എനിക്ക് കിട്ടിയ. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എൻ്റെ മാർക്ക് ലിസ്റ്റും എനിക്ക് വീട്ടിൽ കിട്ടി. പിന്നെ ഇതെനിക്ക് തന്നത് മാതാവിൻ്റെ കൃപയാൽ മാത്രം. എൻ്റെ ക്രെഡിറ്റോ മറ്റാരുടെയും ക്രെഡിറ്റോ ഒന്നുമല്ല, മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പരീക്ഷാ വിജയത്തിന്. പക്ഷേ ഉടമ്പടി എടുത്ത് കൃത്യമായ നിബന്ധനകൾ പാലിച്ച ശേഷമാണ് ഈ അനുഗ്രഹം കിട്ടിയത്. ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പിന്നെ ഈ അമ്മയാണിത് തന്നതെന്നുള്ളതിന് എനിക്ക് തെളിവൊന്നും വേണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്കത് ബോധ്യമാകാൻ വേണ്ടി എനിക്ക് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത് സാധാരണ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ആ കൺവൊക്കേഷൻ വെക്കുന്ന ഈ ഏപ്രിൽ 7-ാം തീയതി ഒരു ചൊവ്വാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എനിക്ക് കൺവൊക്കേഷൻ നടത്തി എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. പിന്നീട് ഞാൻ 9 വർഷമായിട്ട് 2 കമ്പനികളിലായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ റിസൈൻ ചെയ്തെങ്കിലും കമ്പനിയിൽ നിന്ന് ഞാൻ PF ഒന്നും വിഡ്രോ ചെയ്തില്ല, ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രാൻസ്ഫർ ചെയ്ത PF ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വിഡ്രോ ചെയ്യാൻ 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു. 2 പ്രാവശ്യവും അത് റിജക്ഷനായി. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാൻ പോയി. കഫയിൽ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. PF-ഉം പെൻഷനും അപ്ലൈ ചെയ്തു. 2 പ്രാവശ്യവും റിജക്ഷൻ ആയത്, അതും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് റിജക്ഷൻ ആയത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 30 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞത് 15 ദിവസം പോലും എടുക്കാതെ എൻ്റെ അക്കൗണ്ടിൽ ഫുൾ ക്യാഷ് ക്രെഡിറ്റായി അമ്മ തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. അതുകൂടാതെ ഉടമ്പടി എടുത്ത ശേഷം ഞാനൊരു ഇൻ്റർനാഷണൽ കോഴ്സ് ചെയ്യാൻ ചേർന്നിരുന്നു. 8 മാസത്തെ കോഴ്സായിരുന്നു. അതിന് പ്രാക്ടിക്കലും തിയറിയും ഉണ്ട്. ആദ്യം പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു ഫെബ്രുവരിയിൽ. പ്രാക്ടിക്കൽ എക്സാമിന് ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ച് ലാപ്ടോപ്പിന് ചുറ്റും ഉപ്പ് വിതറിയാണ് ചെയ്തത്. റിസൾട്ട് വന്നപ്പോൾ അതിന് A ഗ്രേഡ് ഉണ്ട്. അതുകൂടാതെ തിയറി എക്സാമിനും പോക്കറ്റിൽ കാശ് രൂപം ഇട്ട് എക്സാം പേപ്പറിലും ഞാൻ ഇരിക്കുന്നിടത്തെല്ലാം ഉപ്പിട്ട് തൈലം തേച്ച്
പ്രാർത്ഥിച്ചിട്ടാണ് എഴുതിയത്. ഫസ്റ്റ് എല്ലാം നല്ലതുപോലെ ഞാൻ എഴുതി. ലാസ്റ്റ് വന്നപ്പോൾ ഒരു എസ്സേ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ടെൻഷനായി. അപ്പോൾ എന്താ എഴുതേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ 7 പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇട്ടിട്ട് ആവേ മരിയ എന്നാണ് എഴുതി വെച്ചത്. 4 മൊഡ്യൂളായിട്ടാണ് ഓരോ ഫുൾ ടോട്ടൽ മാർക്ക് വരുമെങ്കിലും 4 മൊഡ്യൂളാണ്. ആ 4 മൊഡ്യൂളിനും പാസ്സായാലേ നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ലാസ്റ്റ് എസ്സേ ആണല്ലോ, അപ്പോൾ ഇതിന് മാർക്കില്ലെങ്കിൽ ഞാൻ തോക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 88 മാർക്ക് വാങ്ങി ഞാൻ ജയിച്ചു. എന്നെ ജയിപ്പിച്ച അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ പത്രം ഞാൻ മെയ് മാസം തൊട്ട്, കഴിഞ്ഞ മെയ്യിൽ വന്ന് ഉടമ്പടി പുതുക്കിയത് തൊട്ട് കൃത്യമായി ഞാൻ തന്നെ ഓട്ടോ സ്റ്റാൻഡിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലും കൊണ്ട് നടന്ന് കൊടുത്ത് മാതാവിനെ പറ്റി പറഞ്ഞ് തന്നെ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഒരു സ്ഥലത്തേക്ക് എല്ലാ മാസവും ഗ്രോസറി വാങ്ങി കൊടുക്കും. പിന്നെ പൊതിച്ചോറ് വഴിയിൽ വെച്ച് വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ടെന്ന് വെച്ചാൽ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. ഇപ്പം എല്ലാവരോടും ക്ഷമിക്കാൻ ഈശോ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഏഞ്ചൽ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ നേടിയെടുത്ത 3 വലിയ അനുഗ്രഹങ്ങളെ വലിയ സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുകയാണ്. മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടിയിലേക്ക് മകൾ എത്ര കണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളർന്നു എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഓർക്കണം, ഉടമ്പടി ഒരു സീരിയസ് അഫെയറാണ്. അതൊരു അഴകുഴമ്പൻ പ്രോഗ്രാം അല്ലത്. ആ ഉടമ്പടിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഉരുക്കി വാർക്കാം എന്ന ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് വാക്കുകൊടുത്തുകൊണ്ട് തന്നെയാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, എങ്ങനെയെങ്കിലും ചെയ്യാം, എപ്പോഴെങ്കിലും ചെയ്യാം, ആ രീതിയിൽ ഉടമ്പടിയിൽ നമുക്കൊരു നിലനിൽപ്പില്ല. അത്തരം ഉടമ്പടി കൊണ്ട് നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് വലിയ പ്രയോജനവും ഉണ്ടാവില്ല. കാരണം ഉടമ്പടി ദൈവത്തിരുമുമ്പിലുള്ള ടോട്ടൽ സറണ്ടറിങ് ആവശ്യപ്പെടുന്നുണ്ട്. പരിപൂർണമായ അടിയറവ് വെപ്പൽ, അതുപോലെ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ്. ദൈവസ്നേഹത്തോടു കൂടി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ തീരുമാനിച്ച നിമിഷം മുതൽ മാത്രമായിരിക്കും ആ ഉടമ്പടി നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരിക. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി എടുത്ത നാളുകളിൽ ഏറ്റവും വലിയ ക്ലേശം അത് ആ കൃപാസന പത്രം കൊടുക്കുന്ന കാര്യമായിരുന്നു. അതൊരു സ്റ്റാറ്റസ് വിഷയമാണ് പലർക്കും. ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള, ഇത്രയും സമ്പത്തും നാട്ടിൽ സൽപ്പേരുമുള്ള ഞാൻ ഇതെങ്ങനെ ഈ പത്രമൊക്കെ കൊടുത്ത ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കും? അത് കൊടുക്കും തോറും അവരെന്നെ കളിയാക്കുകയും കൊച്ചാക്കുകയുമില്ലേ? നമുക്ക് സ്റ്റാറ്റസ് വിഷയമായിട്ടാണ് പലപ്പോഴും ഉടമ്പടി എടുക്കുന്ന ചിലർക്കെങ്കിലും ആദ്യ നാളുകളിൽ ഈ കൃപാസനം പത്രം കൊടുക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ട് നിൽക്കുന്നത്. എപ്പോഴാണോ നിങ്ങളുടെ സ്റ്റാറ്റസ് ദൈവതരിസന്നിധിയിൽ അടിയറ വെച്ചുകൊണ്ട് ദൈവമാണ് എനിക്ക് സ്റ്റാറ്റസ് ആയിട്ടുള്ളത്, ദൈവമാണ് എനിക്ക് അഭിമാനവും അംഗീകാരവും വിജയവും സ്നേഹവും ഐശ്വര്യവും നൽകുന്നത് എന്ന് നാം തിരിച്ചറിയുന്നത്, ആ നിമിഷം മുതൽ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായിക്കൊണ്ടിരിക്കും. സഹോദരി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി തീരുമാനമെടുത്ത് കൃപാസനം പത്രം കൊടുത്ത് തിരികെ വന്ന ദിവസം എനിക്ക് ആദ്യത്തെ അറിയിപ്പ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കിട്ടി. പിന്നീട് ഒരു കാര്യത്തിനും എനിക്ക് തടസ്സങ്ങളല്ല. ഞാൻ അമ്മയോട് ചോദിച്ചത്, ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചത്, സമയാസമയങ്ങളിൽ എനിക്കത് അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുവാനും എൻ്റെ ആത്മീയ ജീവിതത്തെ കൂടുതൽ റിഫൈൻഡ് നവീകരിക്കുവാനും അമ്മ എന്നെ സഹായിക്കുകയായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി അനുഗ്രഹിക്കപ്പെടുവാൻ എളുപ്പമാണ് എത്ര വേഗത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ച്. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നമുക്ക് ആത്മശരീരങ്ങളെ പൂർണ്ണമായി കൊടുക്കാം, ഉപേക്ഷിക്കേണ്ടവ പൂർണ്ണമായി ഉപേക്ഷിക്കാം, ചെയ്തു തീർക്കേണ്ടവയും നിലപാടെടുക്കേണ്ടതും ദൈവസ്നേഹത്തെ പ്രതി
ചെയ്തു തീർക്കുവാനും നിലപാടെടുക്കുവാനും നിരന്തരം നമുക്ക് ശ്രദ്ധിക്കാം. അത് ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങൾ മാറ്റിത്തരുന്നതിന് ദൈവം ഒരുക്കുന്ന സുഗമമായ വഴികളിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിനും മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ